ഞാൻ നിന്റെ അടുത്ത് എന്റെ ഷർട്ട് തയ്ച്ചിടാൻ പറഞ്ഞിട്ട് നീ എന്താ തയ്ച്ചിടാഞ്ഞേ? അപ്പോഴല്ലേ കാറ് കഴുകാൻ പറഞ്ഞേ. കാറ് കഴുകാൻ പറഞ്ഞെന്ന് വിചാരിച്ച് ഷർട്ട് തയ്ച്ചിട്ടില്ല നീ? എനിക്കിത് 2 കയ്യേ ഉള്ളൂ. അത് തന്നെയാണ് എന്റെയും ചോദ്യം. 2 കൈയുള്ള നിനക്ക് എന്തുകൊണ്ട് 2 കാര്യം ഒരുമിച്ച് ചെയ്തുകൂടാ? ഓ പറ്റൂല, എനിക്കിനി ഇത് പറ്റൂല. ടോർച്ചറിങ് ആണിത്. ഇനി പറ്റൂല എന്ന് പറഞ്ഞാൽ പറ്റൂല. പറ്റൂലെങ്കിൽ നീ എന്റെ വീട്ടിൽ ഇറങ്ങി പോടി. ഞാൻ പോവേ. നീ പോടി. നിന്റെ വിചാരം എന്താ? നീ ഇല്ലെങ്കിൽ എന്റെ വീട് ചലിക്കില്ലെന്നാ? ഇറങ്ങി പോടി, ഇറങ്ങി പോടി. താൻ അനുഭവിക്കൂ. ഇറങ്ങി പോടി, എടി പോടി. പോയാ 2 കോടി വേസ്റ്റ് ആയില്ല. അതേ ഇനി ഇങ്ങോട്ടങ്ങനെ കയറി വന്നേക്കരുതട്ടാ. എനിക്കല്ലേ ബാച്ചലർ ലൈഫാണ് ഇഷ്ടം. നീ ഇല്ലെങ്കിൽ വീട് ചലിക്കുമെന്ന് നോക്കട്ടെ. ഹലോ, ഒരു കാര്യം മാത്രം പറഞ്ഞിട്ട് നീ വെച്ചോ. എന്റെ ഷഡ്ഡി എവിടെ വെച്ചേക്കണം? അൽമാരിലോടാ? മേളത്തട്ടില് വെക്കടി. ഇന്നെ വിളിച്ചു പോരുത്. അവളുടെ ഒരു കോള്. എനിക്കൊരു ഒറ്റ കാര്യം കൂടി അറിഞ്ഞാൽ മതി. ഒരൊറ്റ കാര്യം. ഗ്യാസ് ഓണാക്കണ വലത്തേക്കണ ഇടത്തേക്കണ? ഓണായി. പഠിപ്പിക്കല്ലേ നീ, പഠിപ്പിക്കല്ലേ. വെക്കടി. ഹലോ, ഒരൊറ്റ കാര്യം കൂടി എനിക്ക് അറിഞ്ഞാൽ മതി. ഞാൻ ഇന്ന് രാവിലെ എടുത്ത പേന എന്ത്? ഉണ്ടിന്റെ മടക്കില്ല. ആ കിട്ടി, വെക്കടി. അവളൊരു ഇനി മേലെ വിളിച്ചു പോരുത്. വാഷിംഗ് മെഷീൻ വെള്ളം വരില്ല. പൈപ്പ് എവിടെ ഇരിക്കണത്? സൈഡിലാ. വെള്ളം വരണ്ട് വെച്ചോ. ഇനി മേലെ വിളിച്ചു പോരുത്. അവളെ പഠിപ്പിക്കല്. നീ ഇതിന്റെ അകത്ത് തുണി ഇടണ? തുണി ഇടാ, നല്ല അഴുക്ക് മാറുള്ളൂ. ഈ അലക്ക തുണി അലക്കാത്ത തുണി നമ്മൾ എങ്ങനെ വ്യത്യാസം മനസ്സിലാക്കും? ലൂണ ഫുഡ് കഴിക്കുന്നില്ല. വാരി കൊടുക്കാനാ? എന്റെ പട്ടി വാരി കൊടുക്കും അവക്ക്. കഥ പറഞ്ഞു കൊടുക്കാനാ? നോ വേ. പണ്ടൊരു രാജാവും രാജ്ഞിയും കൂടി കാട്ടിലേക്ക് പോയി. അപ്പൊ രാത്രി 7 മണിയൊക്കെ ആയപ്പോഴത്തേനും അവര് പോയത്. പെട്ടെന്ന് ഇരുട്ടായി. എന്തുകൊണ്ടാ ഇരുട്ടാൻ കാരണം എന്നറിയോ? അവര് ടോർച്ച് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇഷ്ടപ്പെട്ടാ? അല്ല, ഇത് ഞാൻ ഉണ്ടാക്കിയ കഥയൊന്നുമല്ല. ഇത് കാർന്നവന്മാരായിട്ട് പണ്ടോട്ട് ഉണ്ടാക്കിക്കൊണ്ടുവന്ന കഥയാണ്. നീ അധികം ഷോ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത് ഒറ്റക്ക് തിന്നോട്ടെ. ഞാൻ പറഞ്ഞേക്കാം. എനിക്കറിയാമായിരുന്നു എന്നെപ്പോലെ നിനക്ക് ഒറ്റക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന്. സ്റ്റീഫൻ ഹോക്കിങ്സിന് വിശക്കുന്നുണ്ടോ? താനല്ലേ വലിയ വീരവാദം മുഴക്കിയെ. ഞാൻ പോയാലും വീട് ചലിപ്പിച്ച് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ എന്തേ? അതെ, ഞാനില്ലാണ്ട് ചിലപ്പോ ഈ വീട് ചലിച്ചെന്ന് വരും. പക്ഷെ താൻ ചലിക്കൂല. ഞാൻ വിചാരിച്ച പോലെ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റുന്നില്ലല്ലോ ദൈവമേ. റിമോട്ട് എവിടെ ഇരിക്കണം എന്തെങ്കിലും പറഞ്ഞിട്ട് പോ. റിമോട്ട് തന്നെ തലയില്.